നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു സപ്ലയറിനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സപ്ലയേഴ്സ് മൊഡ്യൂളിൻ്റെ അണ്ടറിൽ സപ്ലയേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സപ്ലയേഴ്സിൻ്റെ പേജ് ഓപ്പണായി വന്നിരിക്കണം. ഇവിടെ നമുക്ക് ഇമ്പോർട്ട്, ഡൗൺലോഡ് ടെംപ്ലേറ്റ് ആൻഡ് ന്യൂ സപ്ലയർ എന്നുള്ള ബട്ടൺസ് കാണാം. ഇവിടെ ഡൗൺലോഡ് ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണിക്കും. ഇവിടെ നമുക്ക് നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ആൻഡ് അഡ്രസ്സൊക്കെ ആഡ് ചെയ്യാം. നമ്മളെ സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ഒക്കെ നമുക്ക് ഇമ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആ എക്സൽ ഷീറ്റിൽ ഫിൽ ചെയ്ത ഡാറ്റ ഒക്കെ ഡാറ്റാ ബേസിലേക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എക്സൽ ഷീറ്റ് നമുക്ക് ബ്രൗസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് നമ്മളെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയി ആഡ് ചെയ്തിട്ടുള്ള എല്ലാ സപ്ലയേഴ്സിൻ്റെ നെയിം കാണിക്കും, ഫോൺ നമ്പർ കാണിക്കും, എന്ത് ടൈപ്പ് കാണിക്കും, പേയ്മെൻറ്റ് എന്ത് ടൈപ്പ് ഓഫ് പേയ്മെൻ്റ് ആണ് ടു പേ ഓർ ടു റിസീവ് എന്ന് കാണിക്കും. പിന്നെ ഇനീഷ്യൽ ബാലൻസ് എമൗണ്ട് എത്ര ഉള്ളത് എന്ന് കാണിക്കും. പിന്നെ കറൻറ്റ് ബാലൻസ് എത്ര ഉള്ളത് എന്ന് കാണിക്കും. ഇതിൽ ഓരോരോ സപ്ലയേഴ്സിനെ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സപ്ലയറിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ കാണിക്കും. കഴിഞ്ഞ് നമുക്കൊരു സപ്ലയറിൻ്റെ നമുക്ക് ഡീറ്റെയിൽസൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ ഒരു സ്പെസിഫിക് സപ്ലയറിനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. ഇവിടെ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കാം. ഈ സപ്ലയറിന് നമുക്ക് നെയിം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫിൽട്ടർ ഔട്ടായി വരും. അതർവൈസ് ഫോൺ നമ്പർ വെച്ചും നമുക്ക് സെർച്ച് ചെയ്യാം. പിന്നെ ടൈപ്പ് സപ്ലയറിന് കൊടുക്കാം, അതേഴ്സ് എന്നുള്ള കൊടുക്കാം. പേയ്മെൻറ്റ് ടൈപ്പ് വെച്ചും നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ടു പേ എത്ര സപ്ലയേഴ്സ് ഉണ്ട്, ടു റിസീവ് എത്ര സപ്ലയേഴ്സ് ഉണ്ട് എന്ന് നമുക്കിവിടെ കാണിക്കും. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ന്യൂ സപ്ലയറിനെ ആഡ് ചെയ്യാനുള്ള ന്യൂ സപ്ലയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് സപ്ലയർ പേജ് ഓപ്പണായി വന്നിരിക്കണം. ഇവിടെ സപ്ലയർ നെയിം ആഡ് ചെയ്യാം, ഫോൺ നമ്പർ ഇവിടെ നമുക്ക് കാണാം. നെയിം ആൻഡ് ഫോൺ നമ്പർ മാത്രമാണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. പിന്നെ എന്ത് ടൈപ്പ് ഓഫ് സപ്ലയർ ആണെന്നും ഇവിടെ മാൻഡേറ്ററി ആണ്, എന്തായാലും ആഡ് ചെയ്യണം. ഇനിയിപ്പം ആ സപ്ലയറിൻ്റെ കമ്പനിക്ക് ടാക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്യുക. അതില്ലെങ്കിൽ ഇത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, മാൻഡേറ്ററി അല്ല. പിന്നെ ആൾട്ടർനേറ്റീവ് ഫോൺ നമ്പർ ആഡ് ചെയ്യുക. സപ്ലയറിൻ്റെ അഡ്രസ്സും ഇവിടെ ആഡ് ചെയ്യുക. എന്ത് ടൈപ്പാണെന്നും നമുക്കിവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പ്രോഡക്റ്റ് കാറ്റഗറി, സപ്ലയറിൻ്റെ പ്രോഡക്റ്റ് എന്താണ്, ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് എന്നും ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ പേയ്മെൻറ്റ് ടു പേ ആണോ ടു റിസീവ് ആണോ, നമുക്ക് റിസീവ് ചെയ്യാനുള്ള എമൗണ്ട് ആണെങ്കിൽ ടു റിസീവ് കൊടുക്കാം, ടു പേ ചെയ്യാനുള്ളതാണെങ്കിൽ ടു പേ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. പിന്നെ ബാലൻസ് എമൗണ്ട് എത്രയാണുള്ളത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. പിന്നെ ക്രിയേറ്റ്, ഒന്നിലധികം ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ക്രിയേറ്റ് അനദർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിയേറ്റഡ് എന്ന് കാണിക്കും. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സപ്ലയറിനെ ഇവിടെ ഓൺ ടോപ്പ് ലിസ്റ്റ് ചെയ്തും കാണിക്കും. സോ അങ്ങനെയാണ് ഒരു ന്യൂ സപ്ലയറിനെ ക്രിയേറ്റ് ചെയ്യുക.